സുജൂദു സഹ്വ് എന്ന് പറഞ്ഞാൽ മറവിയുടെ സുജൂദ് എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്? നമസ്കാരത്തിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, അത് അധികരിച്ചത് കൊണ്ടായിരിക്കാം, എന്തെങ്കിലും കുറവ് വന്നത് കൊണ്ടായിരിക്കാം, നമസ്കാരത്തിൽ സംഭവിച്ച ഒരു പിഴവ്, അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന സുജൂദാണ് സുജൂദു സഹ്വ് എന്ന് പറയുന്നത്. ഇപ്പൊ സുജൂദു സഹ്വ് തെളിവാണ്. അതിന്റെ തെളിവുകൾ എന്തൊക്കെയാണ്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇദാ നസിയ അഹദുകും, നിങ്ങളിൽ ഒരാൾ മറന്നു കഴിഞ്ഞാൽ ഫൽയസ്ജുദ് സജ്ദതൈനി, അവൻ 2 സുജൂദുകൾ ചെയ്യട്ടെ. അപ്പൊ എന്തെങ്കിലും ഒരു മറവി സംഭവിച്ചു കഴിഞ്ഞാൽ സുജൂദ് കൊണ്ട് അത് പരിഹരിക്കുന്നതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മറ്റൊരു ഹദീസിൽ അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലികുല്ലി സഹ്വിൻ സജ്ദതാൻ, നമസ്കാരത്തിൽ സംഭവിക്കുന്ന ഓരോ മറവിക്കും 2 സുജൂദുകളുണ്ട്. ആ ഹദീസ് ളഈഫാൻ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ആദ്യം പറഞ്ഞ ഹദീസ് പ്രകാരം നമസ്കാരത്തിൽ എന്തെങ്കിലും മറവി സംഭവിച്ചാൽ 2 സുജൂദ് ആവശ്യമാണ്. ഇതാണ് സുജൂദു സഹ്വ്. ഇനി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സുജൂദു സഹ്വ് ചെയ്യേണ്ടത്, എപ്പോഴെല്ലാമാണ് ചെയ്യേണ്ടത്, ഇതാണ് പ്രധാനമായിട്ടും അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സുജൂദു സഹ്വ് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാം? പ്രധാനമായും ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സുജൂദു സഹ്വ് നിർവഹിക്കപ്പെടുന്നത്. ഒന്ന്, സിയാദത്ത് സംഭവിച്ചാൽ, നമസ്കാരത്തിൽ എന്തെങ്കിലും ഒന്ന് അധികരിച്ചാൽ. 2, നഖ്സു സംഭവിച്ചാൽ, നമസ്കാരത്തിൽ കുറവ് സംഭവിച്ചാൽ. 3, ശക്ക്, നമസ്കാരത്തിൽ എന്തെങ്കിലും സംശയമുണ്ടായാൽ. അപ്പൊ അധികരിക്കലും കുറവ് വരലും എന്തിന്റെ വിഷയത്തിലാണ്? റുക്കിനിന്റെ വിഷയത്തിലോ വാജിബിന്റെ വിഷയത്തിലോ ആണ്. റുക്കിനോ വാജിബോ അധികരിച്ചാൽ, അല്ലെങ്കിൽ കുറവ് സംഭവിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ വിഷയത്തിൽ സംശയം വന്നാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. എപ്പോൾ ചെയ്യണം? സലാം വീട്ടിയതിന് ശേഷം ചെയ്യണോ, സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യണോ? സിയാദത്താണ് ആദ്യം, അഥവാ നമസ്കാരത്തിൽ എന്തെങ്കിലും അധികരിക്കുക. ഉദാഹരണത്തിന് ഒരാൾ 2 തശഹുദ് ചെയ്തു. തശഹുദ് എന്താണ്? വാജിബാണ്. 1ാമത്തെ തശഹുദ് നമസ്കാരത്തിന്റെ വാജിബിൽപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഒരാൾ 2 തവണ തശഹുദ് ചെയ്തു. അല്ലെങ്കിൽ ഒരാൾ 2 റുക്കൂ ചെയ്തു. റുക്കിനാണ്. അല്ലെങ്കിൽ ഒരാൾ 3 സുജൂദ് ചെയ്തു. അല്ലെങ്കിൽ ഒരാൾ ഈ രൂപത്തിൽ ഖിയാം 2 പ്രാവശ്യം ചെയ്തു. ഇങ്ങനെ റുക്കിനോ വാജിബോ അധികരിച്ചാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഇപ്പൊ 2 റുക്കൂ ചെയ്താൽ, 3 സുജൂദ് ചെയ്താലൊക്കെ, അറിയാതെ ചെയ്താൽ, മനഃപൂർവ്വം ചെയ്താൽ നമസ്കാരം ബാത്തിലാണ്. അറിയാതെ ഒരാൾ ചെയ്താൽ, അത് ഓർമ്മ വന്നാൽ അയാൾ പിന്നെ 2 സഹ്വിന്റെ സുജൂദ് ചെയ്താൽ അത് പരിഹരിക്കപ്പെടും. എപ്പോൾ ചെയ്യണം? നമുക്ക് നമസ്കാരത്തിൽ അധികമാണ് സംഭവിച്ചത് എങ്കിൽ സലാം വീട്ടിയതിന് ശേഷമാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി പറയാണ്, സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്ദാ സ്വലാത്തി അൽ അശി, ളുഹർ അല്ലെങ്കിൽ അസ്ർ, ഇതിലെ ഏതോ ഒരു നമസ്കാരം റസൂൽ ഞങ്ങളെ കൊണ്ട് നമസ്കരിച്ചു. സ്വല്ലാ ബിനാ റക്അത്തൈനി സുമ്മ സല്ലമ, 2 റക്അത്ത് നമസ്കരിച്ചിട്ട് റസൂൽ സലാം വീട്ടി. 4 റക്അത്ത് നമസ്കാരം, 2 റക്അത്ത് നമസ്കരിച്ചിട്ട് റസൂൽ സലാം വീട്ടി. എന്നിട്ട് റസൂൽ പള്ളിയിൽ ഒരു മരത്തിന്റെ കഷ്ണം ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത് ചെന്ന് കൈ ഇങ്ങനെ ചാരി, റസൂൽ കൈകളൊക്കെ കൂർത്ത് ഇങ്ങനെ ഒരല്പം ദേഷ്യല്ല പോലെ റസൂൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സ്വഹാബത്ത് ഇങ്ങനെ ചർച്ച ചെയ്യണം, എന്താ ഇപ്പൊ സംഭവം, നമസ്കാരം ചുരുക്കപ്പെട്ടോ, അതല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നോ? സ്വഹാബത്ത് ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്യാം. അപ്പൊ അതിൽ ദുൽ യദൈൻ എന്ന് പറഞ്ഞൊരു സ്വഹാബി ഉണ്ട്. ആ സ്വഹാബി ദുൽ യദൈൻ എന്ന് പറഞ്ഞാൽ കൈകൾ ഉള്ളവൻ എന്നാണ് അർത്ഥം, അഥവാ അദ്ദേഹത്തിന് കൈകൾ നീണ്ടതായിരുന്നു, അതുകൊണ്ടാണ് ആ പേര് വന്നത്. അപ്പൊ അദ്ദേഹം റസൂലിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അനസീത അം ഖസുറത്തി സ്വലാത്ത്, റസൂലെ താങ്കളും മറന്നോ, അതല്ല നിസ്കാരം ചുരുക്കപ്പെട്ടോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം അൻസ വലം തുഖ്സർ, ഞാൻ മറന്നിട്ടില്ല, നിസ്കാരം ചുരുക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് സ്വഹാബത്തിനോടായി ചോദിച്ചു, അകമാ യഖൂലു ദുൽ യദൈൻ, ദുൽ യദൈൻ പറയുന്ന പോലെയാണോ കാര്യം, ശരിയാണോ? അപ്പൊ സ്വഹാബത്തൊക്കെ പാടെ പറഞ്ഞു, അതെ റസൂലെ, ദുൽ യദൈൻ പറയുന്ന പോലെയാണ് കാര്യം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഖദ്ദമ ഫസല്ലാ മാ തറക, റസൂൽ ഉപേക്ഷിച്ച 2 റക്അത്ത് റസൂൽ നമസ്കരിച്ചു. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം. നമ്മൾ 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടിയാൽ പെട്ടെന്ന് ഓർമ്മ വന്നാൽ എന്ത് ചെയ്താൽ മതി? 4 റക്അത്ത് ആദ്യം മുതൽ നമസ്കരിക്കണ്ട, ബാക്കിയുള്ള 2 റക്അത്ത് കൂടി നമസ്കരിച്ചാലും മതി. എന്നിട്ട് ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ സുമ്മ സല്ലമ, റസൂൽ 2 റക്അത്ത് കൂടി നമസ്കരിച്ചിട്ട് സലാം വീട്ടി.
സുമ്മ കബ്ബറ വസജദ മിസ്ല സുജൂദിഹി ഔ അത്വല. എന്നിട്ട് റസൂൽ എന്ത് ചെയ്തു? തക്ബീർ ചൊല്ലി സുജൂദ് ചെയ്തു. സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം റസൂൽ സുജൂദ് ചെയ്തു. സുമ്മ റഫഅ റഅസഹു വകബ്ബറ, തലയുയർത്തി തക്ബീർ ചൊല്ലിയിട്ട്. സുമ്മ കബ്ബറ വസജദ മിസ്ല സുജൂദിഹി ഔ അത്വല, പിന്നെ സുജൂദ് ചെയ്തു, തക്ബീർ കിട്ടി. പിന്നെ സുമ്മ റഫഅ റഅസഹു വകബ്ബറ, പിന്നെ ഉയർന്നു തക്ബീർ ചൊല്ലി. എന്നിട്ട് റസൂൽ സലാം വീട്ടി. അപ്പോൾ ഇവിടെ നമസ്കാരത്തിൽ എന്താണ് അധികം സംഭവിച്ചത്? 2 സലാം വീട്ടലുകൾ റസൂൽ ചെയ്തു അല്ലെ? 2ാമത്തെ റക്അത്തിൽ സലാം വീട്ടി, 4ാമത്തെ റക്അത്തിൽ സലാം വീട്ടി. അപ്പൊ നമസ്കാരത്തിൽ സലാം അധികരിച്ചു. സലാം അധികരിച്ചതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയതിന് ശേഷമാണ് സുജൂദ് ചെയ്തത്. അപ്പൊ നമസ്കാരത്തിൽ എന്തെങ്കിലും ഒന്ന് അധികരിച്ചാൽ അവിടെ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത് സലാം വീട്ടിയതിന് ശേഷമാണ്. മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ സ്വഹാബി പറയാണ്, നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ്റ ഖംസൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ളുഹ്ർ 5 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അസീദ ഫി സ്വലാത്ത്, റസൂൽ നമസ്കാരം അധികരിച്ചോ? അപ്പൊ റസൂൽ ചോദിച്ചു, വമാദ, എന്താ അങ്ങനെ ചോദിച്ചു? സല്ലൈത ഖംസൻ, താങ്കൾ 5 സ്കരിച്ചല്ലോ. ഫസന റിജ്ലൈഹി, അപ്പൊ റസൂൽ ആ തശഹുദിൽ ഇരിക്കുന്ന പോലെ ഇരുന്നു. വസജദ സജദതൈനി, 2 സുജൂദുകൾ ചെയ്തു. അപ്പൊ നമസ്കാരത്തിൽ എന്തെങ്കിലും അധികം വന്നാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത് സലാം വീട്ടിയതിന് ശേഷമാണ് എന്ന് ഈ 2 ഹദീസുകളും നമ്മെ അറിയിക്കുന്നു. ഇനി രണ്ടാമത്തത് നഖ്സു സംഭവിച്ചാൽ, നമസ്കാരത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ, ഒരാള് റുക്കൂ ചെയ്യാൻ മറന്നു, അല്ലെങ്കിൽ ഒരു സുജൂദേ ചെയ്തുള്ളൂ, ആ രൂപത്തിൽ എന്തെങ്കിലും ഒരു റുക്കിന് മറന്നു, അല്ലെങ്കിൽ വാജിബ് മറന്നു. വാജിബ് മറക്ക എങ്ങനെ? 1ാമത്തെ തശഹുദ് വാജിബാണ്. ഒരാൾ 1ാമത്തെ തശഹുദിൽ ഇരിക്കാൻ മറന്നു, 2ാമത്തെ റക്അത്തിൽ നിന്ന് സുജൂദ് ചെയ്തിട്ട് നേരെ എഴുന്നേറ്റു 3ാമത്തെ റക്അത്തിലേക്ക്. അങ്ങനെ വാജിബ് മറന്നു, അല്ലെങ്കിൽ റുക്കിന് മറന്നു. റുക്കിന് മറന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അത് തിരിച്ചെടുക്കണം. റുക്കൂ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച് പറഞ്ഞിരുന്നു, 6 റക്അത്ത് നഷ്ടപ്പെട്ടു, പിന്നെ 2ാമത്തെ റക്അത്തായി പരിഗണിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. വാജിബാണ് എങ്കിൽ പിന്നെ തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും. എപ്പോൾ ചെയ്യണം സഹ്വിന്റെ സുജൂദ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, സ്വഹാബി പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ ബിഹിമുൽ ളുഹ്റ, റസൂൽ അവരെ കൊണ്ട് ളുഹ്ർ നമസ്കരിക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാമ ഫി റക്അതൈനിൽ ഊലയൈനി വലം യജ്ലിസ്, 2ാമത്തെ റക്അത്തിൽ നിന്ന് റസൂൽ നേരെ എഴുന്നേറ്റു, തശഹുദിൽ ഇരുന്നില്ല. അപ്പോൾ സ്വഹാബത്തും റസൂലിന്റെ കൂടെ എഴുന്നേറ്റു. അങ്ങനെ സ്വഹാബത്ത് നമസ്കാരത്തിന്റെ അവസാനത്തിൽ ഹത്താ ഇദാ ഖലസ്സലാത്ത ഇൻതളറ നാസു തസ്ലീമഹു, റസൂൽ സലാം വീട്ടുന്നത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ കബ്ബറ വഹുവ ജാലിസുൻ സുമ്മ സജദ സജദതൈനി ഖബ്ല അൻ യുസല്ലിമ, റസൂൽ തക്ബീർ ചൊല്ലി സലാം വീട്ടുന്നതിന് മുമ്പായിക്കൊണ്ട് 2 സുജൂദുകൾ ചെയ്തു. അപ്പൊ നമസ്കാരത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത് സലാം വീട്ടുന്നതിന് മുമ്പാണ്. അപ്പൊ നമസ്കാരത്തിൽ കൂടുതൽ സംഭവിച്ചാൽ സലാം വീട്ടുന്നതിന് ശേഷം, നമസ്കാരത്തിൽ കുറവ് സംഭവിച്ചാൽ സലാം വീട്ടുന്നതിന് മുമ്പായിക്കൊണ്ടാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇനി 3ാമത്തെ ഒരു സന്ദർഭം, ശക്ക് വന്നാൽ, നമസ്കാരത്തിൽ എന്തെങ്കിലും സംശയം വന്നാൽ, സംശയം വന്നു കഴിഞ്ഞാൽ സഹ്വിന്റെ സുജൂദ് കൊണ്ട് അത് പരിഹരിക്കും. 2 രൂപത്തിലാണ് സംശയം ഉണ്ടാവുക. 2 രൂപത്തിൽ. ഒന്ന്, നമുക്ക് സംശയം വന്നു, പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഉദാഹരണത്തിന്, ഒരാൾക്ക് 2 റക്അത്താണോ 3 റക്അത്താണോ നിസ്കരിച്ച സംശയം. പക്ഷെ അയാൾക്ക് ഞാൻ ആലോചിച്ചപ്പോ ഇല്ല, 3 റക്അത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അയാൾക്ക് ഒന്നിലും ഉറപ്പിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംശയം ഉണ്ടാവും. ചില ആൾക്കാർക്ക് എങ്ങനെ സംശയം ഉണ്ടാവുക? 2ആണോ 3ആണോ എത്ര ആലോചിച്ചിട്ടും ഒരു കഥയല്ല, എങ്ങനെ ആലോചിച്ചിട്ടും കിട്ടണില്ല. അങ്ങനെ 2 രൂപത്തിൽ സംശയം ഉണ്ടാവും. അപ്പൊ 1ാമത്തെ നമ്മൾ പറഞ്ഞു, നമുക്ക് ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാൻ പറ്റും. ഞാൻ 2 നിസ്കരിച്ചോളൂ ഉറപ്പാ, അല്ലെ 3 നിസ്കരിച്ചോളൂ ഉറപ്പാ. അങ്ങനത്തേതാണ് എങ്കിൽ സലാം വീട്ടേണ്ടത്, അല്ല സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത് സലാം വീട്ടിയതിന് ശേഷമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ റസൂൽ പറഞ്ഞു, ഇദാ ശക്ക അഹദുക്കും ഫീ സ്വലാത്തിഹി, നിങ്ങളിൽ ഒരുവൻ തന്റെ നമസ്കാരത്തിൽ സംശയിച്ചാൽ ഫലിയതഹറ സ്വവാബ, അവൻ ഏറ്റവും ശരിയായതിനെ സ്വീകരിക്കട്ടെ. അപ്പൊ അവൻ ഉറപ്പില്ലേനോ പിടിച്ചുകൊള്ളട്ടെ. ഫലിയുത്തിമാലിഹി, എന്നിട്ടോ നമസ്കാരം പൂർത്തിയാക്കട്ടെ. സുമ്മൽ യുസല്ലിം, സലാം വീട്ടട്ടെ. സുമ്മ യസ്ജുദു സജദതൈൻ, എന്നിട്ട് അവൻ 2 സുജൂദ് ചെയ്തു കൊള്ളട്ടെ. എന്നാൽ നമ്മൾക്ക് ഒന്നും ഉറപ്പിക്കാൻ പറ്റുന്നില്ല, 2ആണോ 3ആണോ ആകെ സംശയം. അങ്ങനെയാണ് എങ്കിൽ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ശക്ക അഹദുകും ഫീ സ്വലാത്തിഹി, നമസ്കാരത്തിൽ നിങ്ങൾക്ക് സംശയം വന്നാൽ, ഫലം യദ്രി കം സ്വല്ല സലാസന മർബഅൻ, മൂന്നാണോ നിസ്കരിച്ച് നാലാണോ നിസ്കരിച്ച് ഒന്നും അറിയണില്ല, അങ്ങനത്തെ അവസ്ഥ വന്നാൽ ഫല്യത്റഹി ശക്ക്, നമ്മൾ എന്ത് ചെയ്യണം? സംശയം ഉപേക്ഷിക്കണം. പിന്നെ സംശയത്തിന്റെ പേരിൽ വസ്വാസായി നിൽക്കേണ്ട ആവശ്യമില്ല, അത് ഉപേക്ഷിക്കുക. വൽയബ്നി അലാ മസ്തൈഖന, ഉറപ്പുള്ളതിന്റെ പേരിൽ പിടിക്കുക. ഉറപ്പുള്ളത് എത്ര? ചെറുതിലാണ്. രണ്ടാണോ മൂന്നാണോ സംശയം? രണ്ട് ഉറപ്പാണ്. മൂന്ന് നിസ്കരിച്ചിക്കണോ എന്നില്ല സംശയം. മൂന്നാണോ നാലാണോ? മൂന്ന് എന്തായാലും ഉറപ്പാണ്. ഈ നാല് ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. അപ്പോ ഉറപ്പുള്ളതിന് പിടിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ചെറുതുമയാണ് പിടിച്ചത്. ചെറുതുമ പിടിച്ചാൽ കുറവാണ്. കുറവാകുമ്പോൾ സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടത് സലാം വീട്ടുന്നതിന്റെ മുമ്പേണ്. സലാം വീട്ടുന്നതിന്റെ മുമ്പേണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? അവൻ ഉറപ്പുള്ളതിന് പിടിക്കട്ടെ. സുമ്മ സജദ സജദതൈനി ഖബ്ല അയ്യുസല്ലിമ, സലാം വീട്ടുന്നതിന്റെ മുമ്പ് രണ്ട് സുജൂദ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ പറയുക? സഹുവിന്റെ സുജൂദ് നമസ്കാരത്തിൽ ചെയ്യേണ്ടത് വാജിബാത്തുകളോ അർക്കാനുകളോ മറന്നു പോവുകയോ അല്ലെങ്കിൽ അതിൽ അധികം സംഭവിക്കുകയോ ചെയ്താലാണ്. അധികം സംഭവിച്ചാൽ നമ്മൾ സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടത് സലാം വീട്ടിയതിന് ശേഷമാണ്. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഇപ്പൊ തന്നെ നമസ്കാരത്തിൽ അധികം സംഭവിച്ചു കാണും. ഇനി സഹുവിന്റെ സുജൂദ് കൂടി അധികം സംഭവിക്കാൻ പാടില്ല. അപ്പൊ സലാം വീട്ടിയതിന് ശേഷം ചെയ്യാം. എന്നാൽ കുറവ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വാജിബാത്ത് നഷ്ടപ്പെടുത്തിയതുപോലെയാണ്. അപ്പൊ അതിന് പകരമാണ് സഹുവിന്റെ സുജൂദ്. അപ്പൊ നമസ്കാരത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരണം. അപ്പൊ സലാം വീട്ടിനതിന്റെ മുമ്പ് നമ്മൾ കൊണ്ടുവരാം. ഇനി മൂന്നാമത്തെ സംശയം വന്നാൽ ഉറപ്പിക്കാൻ കഴിയുന്ന സംശയമാണ് എങ്കിൽ ആ കാര്യം ഉറപ്പിക്കുക. എന്നിട്ട് സലാം വീട്ടിയതിന് ശേഷം സഹുവിന്റെ സുജൂദ് ചെയ്യാം. ഒന്നും ഉറപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ചെറുതിൽ പിടിക്കുക. അപ്പൊ കുറവാണ് സംഭവിച്ചത്, ചെറുതിൽ പിടിച്ചിട്ടാണ് വലുത് ഒഴിവാക്കി. അപ്പൊ ഇനി സലാം വീട്ടുന്നതിന് മുമ്പായിക്കൊണ്ട് സഹുവിന്റെ സുജൂദ് ചെയ്യുക. ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. സലാം വീട്ടുന്നതിന്റെ മുമ്പേ സുജൂദ് ചെയ്യേണ്ടത് മറന്നു. സലാം വീട്ടിയതിന് ശേഷം ഓർമ്മ വന്നു വെച്ചാൽ അപ്പൊ സുജൂദ് ചെയ്താൽ മതിയോ എന്നാണ്. അപ്പൊ സുജൂദ് ചെയ്താൽ മതി. കാരണം ചില മദ്ഹബിൽ പ്രകാരം സഹുവിന്റെ സുജൂദ് എല്ലാം സലാമിന് ശേഷം, മുമ്പ് സലാമേ അല്ല. ചില മദ്ഹബ് പ്രകാരം എല്ലാം സലാമിന് മുമ്പ് ശേഷമല്ല. അപ്പൊ സഹുവിന്റെ സുജൂദ് എങ്ങനെ ചെയ്താലും അത് ശരിയാകുന്നതാണ്. പക്ഷെ നമ്മളിപ്പോ പറയുന്നത് ഉത്തമമായ രൂപമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്ന രൂപം. അതുകൊണ്ട് പരമാവധി ആ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യാം. എന്നാൽ എങ്ങനെ ചെയ്താലും അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഇനി അടുത്തൊരു മസല നമ്മൾക്കൊക്കെ ഉണ്ടാവുന്നതാണ്, ഇദാ അതാ ബിഖൗലിൻ മശ്റൂഇൻ ഫീ ഗൈരി മഹല്ലിഹി സഹ്വൻ, ഒരാൾ അറിയാതെ ഉചിതമല്ലാത്ത സ്ഥലത്ത് അതിൻ്റെതല്ലാത്ത പ്രാർത്ഥന കൊണ്ടുവരും. ഉദാഹരണം, റുക്കൂഇൽ ചെല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ അളീമാണ്. ഒരാൾ അവിടെ സുബ്ഹാന റബ്ബിയൽ അഅ്ല ചൊല്ലി. സുജൂദിൽ ചെല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ അഅ്ലയാണ്. ഒരാൾ അവിടെ സുബ്ഹാന റബ്ബിയൽ അളീം ചൊല്ലി. തശഹുദിൽ ഇരുന്നു, ഓർമ്മയില്ല, റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി ഇങ്ങനെ ചൊല്ലി പോവാണ്. പിന്നെ ഓർമ്മ തഹിയാത്തിലാണ്, അല്ലെങ്കിൽ ഇടയിൽ ഇരുത്തത്തിലാണ്. പക്ഷെ തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്ത് ചൊല്ലി പോവാണ്. അപ്പോ അതിൻ്റെതല്ലാത്ത സ്ഥാനത്ത് ദിക്ർ മാറ്റി കൊണ്ടുവരും. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? സഹുവിന്റെ സുജൂദ് ചെയ്യണം. ഒരാൾ സുബ്ഹാന റബ്ബിയൽ അളീം സുബ്ഹാന റബ്ബിയൽ അളീം സുബ്ഹാന റബ്ബിയൽ അളീം സുജൂദിലെ ചെല്ലണത് മാറി. എഴുന്നേറ്റതിന് ശേഷമാണ് ഓർമ്മ, ദിക്ർ മാറിയിട്ടാണ് ചൊല്ലിയത്. അവന് ഇനി എന്ത് ചെയ്താൽ മതി? അവസാനത്തിൽ രണ്ട് സുജൂദ് സഹുവിൻ്റെത് ചെയ്താൽ മതി. ഇപ്പൊ അവന് കുറവാണോ സംഭവിച്ചിരിക്കണം, കൂടുതലാണോ സംഭവിച്ചിരിക്കണം? സുബ്ഹാന റബ്ബിയൽ അഅ്ല ചെല്ലേണ്ടടുത്ത് സുബ്ഹാന റബ്ബിയൽ അളീം ചൊല്ലി. സുബ്ഹാന റബ്ബിയൽ അഅ്ല ചൊല്ലിക്കണോ? ഇല്ല. അപ്പൊ കുറവാണ് സംഭവിച്ചത്. അപ്പൊ സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടത് എവിടേക്ക്? സലാം വീട്ടുന്നതിന്റെ ഉള്ളിൽ, സലാം വീട്ടുന്നതിന്റെ മുമ്പേ അവൻ സഹുവിന്റെ സുജൂദ് ചെയ്യണം. ഇനി ഒരാൾ സുബ്ഹാന റബ്ബിയൽ അളീം സുജൂദിൽ അങ്ങനെ ചൊല്ലി, രണ്ടും മൂന്നും ചെല്ലപ്പോ ഓർമ്മ വന്നു, ഇത് സുജൂദാണല്ലോ, വേഗം സുബ്ഹാന റബ്ബിയൽ അഅ്ല മാറ്റി ചൊല്ലി. സുബ്ഹാന റബ്ബിയൽ അഅ്ല ചൊല്ലി. അവൻ സഹുവിന്റെ സുജൂദ് ചെയ്യണം. എങ്ങനെ? പക്ഷേ സഹുവിന്റെ സുജൂദ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല. വേണമെങ്കിൽ ചെയ്യാം. കാരണം എന്താ? ഓന് ദിക്ർ കൊണ്ടുവന്നു, അതിൻ്റെതായ സ്ഥലത്ത് അതിൻ്റെതായ ദിക്ർ കൊണ്ടുവന്നു. പിന്നെ അധികരിച്ച് സുബ്ഹാന റബ്ബിയൽ അളീം എന്നുള്ളതാണ്. നിസ്കാരത്തിൽ ദിക്ർ അധികരിച്ചത് കൊണ്ട് നിസ്കാരത്തിന് പ്രശ്നമില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ തസ്ബീഹും തക്ബീറും ഖുർആൻ പാരായണമൊക്കെയാണ്. അതുകൊണ്ട് അത് അധികരിച്ചാലും നമസ്കാരത്തിൽ പ്രശ്നമൊന്നുമില്ല. മൂന്ന് പറഞ്ഞു മാറ്റി ചെല്ലിയാലും പ്രശ്നമില്ല. ദിക്ർ ചെല്ലിയിട്ടുണ്ടെങ്കിൽ പിന്നെ സഹുവിന്റെ സുജൂദ് എങ്ങനെ?
അതെ, സുജൂദിലും റുക്കൂയിലൊക്കെ ആണെങ്കിലും റുക്കൂയിലെ സുബ്ഹാന റബ്ബിൽ അഅ്ല ചൊല്ലി, എന്നിട്ട് സുബ്ഹാന റബ്ബിൽ അലീം ചെല്ലാതെ നീച്ചു. എഴുന്നേറ്റതിന് ശേഷമാണ് ഓർമ്മ വന്നു വെച്ചാൽ സഹ്വിന്റെ സുജൂദ് നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം ദിക്ർ ചൊല്ലിയിട്ടില്ല, വാജിബാത്ത് നഷ്ടപ്പെടുത്തിയേക്കാണ്. എന്നാൽ സുബ്ഹാന റബ്ബിൽ അലീം അഅ്ല ചൊല്ലി പിന്നെ റുക്കൂയിൽ ഓർമ്മ വന്ന് റുക്കൂ ആണ്. സുബ്ഹാന റബ്ബിൽ അലീം ചൊല്ലിയാൽ അവസാനത്തിൽ വേണമെങ്കിൽ സഹ്വിന്റെ സുജൂദ് മറന്നതിന്റെ പേരിൽ ചെയ്യാം, ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അല്ലാഹു അഅലം. ഇദാ തറക സുന്നത്തൻ മിൻ സുനനി സ്വലാത്ത്, നമസ്കാരത്തിൽ ഒരു സുന്നത്ത് മറന്നു, സുന്നത്ത് നഷ്ടപ്പെടുത്തി, മനഃപൂർവ്വം നഷ്ടപ്പെടുത്തലല്ല കേട്ടോ, മറന്നു. ഫാത്തിഹയിലെ സൂറത്ത് ഓതാൻ മറന്നു, ആമീൻ കഴിഞ്ഞപ്പോഴേക്കിന് വേഗം റുക്കൂക്ക് പോയി, അപ്പോഴാണ് ഓർമ്മ സൂറത്ത് ഓതിയില്ലല്ലോ. അല്ലെങ്കിൽ ദുആഉൽ ഇസ്തിഫ്താഹ് ഓതാൻ മറന്നു, കൈ കെട്ടിയപ്പോൾ തന്നെ ഫാത്തിഹ ഓതിയത്. അങ്ങനെയാണ് എങ്കിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? സുന്നത്ത് മറന്നാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? അപ്പോ അതില് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സുന്നത്താണ് എങ്കിൽ, അത് മറന്നതാണ് എങ്കിൽ അവിടെ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ നല്ലതാണ്. സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്, അതൊരു ദിവസം മറന്നുപോയി, ഉപേക്ഷിക്കലല്ല, അറിയാതെ മറന്നുപോയാൽ അവൻ അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്യൽ മുസ്തഹബാണ്, നല്ല കാര്യമാണ് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം. ഇനി ഇമാമു സുജൂദ് സഹ്വ് മറന്നു, നിസ്കാരത്തിൽ ഒരു മറവി സംഭവിച്ചു, ഇമാമിന് തശഹുദിനിരുന്നില്ല, ഒന്നാമത്തെ തശഹുദിനിരുന്നില്ല, നേരെ മൂന്നാമത്തെ റക്അത്ത് എഴുന്നേറ്റു. സലാം വീട്ടിട്ടോ വീട്ടിനതിന്റെ മുമ്പൊന്നും ഇമാമു സുജൂദ് സഹ്വ് ചെയ്യണമില്ല. അത് മഅ്മൂമീങ്ങളെ ഓർമ്മപ്പെടുത്തി, അല്ല നമ്മൾ മറന്നു കേട്ടോ, വേഗം സഹ്വിന്റെ സുജൂദ് ഞാൻ ചെയ്യൂല എന്ന് ഇമാമു പറഞ്ഞാൽ മഅ്മൂമീങ്ങൾ സഹ്വിന്റെ സുജൂദ് ചെയ്യണോ വേണ്ടേ? അതങ്ങനെ സംഭവിക്കാൻ സാധ്യത കുറവില്ലതാണ്, എന്നാലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ നോക്കണം, എന്തുകൊണ്ടാണ് ഇമാമു സഹ്വിന്റെ സുജൂദ് ചെയ്യാത്തത്? ചിലപ്പോൾ ഇമാമു സഹ്വിന്റെ സുജൂദ് ചെയ്യാത്തത് ഇമാമ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഒരു സുന്നത്താണ് എന്നതായിരിക്കും ഇമാമിന്റെ അഭിപ്രായം. ഉദാഹരണത്തിന്, ഒന്നാമത്തെ തശഹുദ് വാജിബാണ്, ഷാഫി മദ്ഹബ് പ്രകാരം അത് സുന്നത്താണ്. ഇപ്പൊ നമ്മളൊരു സമസ്ത പള്ളിയിൽ കയറി നിസ്കരിക്കുകയാണ്, ഒരു ഷാഫി മദ്ഹബ് ഫോളോ ചെയ്യുന്ന ഒരാളെ കീഴിൽ നിസ്കരിക്കുമ്പോൾ അയാൾ ചിലപ്പോൾ ഒന്നാമത്തെ തശഹുദ് മറന്നു, അവസാനത്തിൽ സലാം വീട്ടിയില്ല, സുജൂദിനെ സഹ്വ് ചെയ്തില്ല. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് സുജൂദിനെ സഹ്വ് ചെയ്യാത്തത്? അത് ഞാൻ മറന്നത് സുന്നത്താണ്, തശഹുദ് സുന്നത്താണ്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത് തശഹുദ് വാജിബാണ്, അതാണ് ശരിയായ അഭിപ്രായം, വാജിബാണ്. അങ്ങനെയാണെങ്കിൽ മഅ്മൂമീങ്ങൾ സുജൂദ് സഹ്വ് ചെയ്യേണ്ടതില്ല. കാരണം മഅ്മൂമിന്റെ നമസ്കാരം ഇമാമിന്റെ നമസ്കാരവുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഇമാമ് എന്തുകൊണ്ടാണ് സുജൂദ് സഹ്വ് ചെയ്യാത്തത്? ഇമാമ് ഫോളോ ചെയ്യുന്നത് അത് പ്രകാരം ഇമാമ് ഇപ്പൊ വിട്ടുപോയത് സുന്നത്താണ്, സുന്നത്ത് ഉപേക്ഷിച്ചാൽ സുജൂദ് സഹ്വ് നിർബന്ധമല്ല. എന്നാൽ ഇമാമിനും അറിയാം ഞാൻ ഉപേക്ഷിച്ചത് വാജിബ് തന്നെയാണ്, എന്നിട്ടും സുജൂദ് സഹ്വ് ചെയ്യുന്നില്ല എങ്കിൽ മഅ്മൂമീങ്ങൾ നിർബന്ധമായിട്ടും സുജൂദ് സഹ്വ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവരുടെ നമസ്കാരവും ബാത്തിലാവും. മറന്നാണെങ്കിൽ നമ്മൾ ഓർമ്മിക്കാം, മഅ്മൂമികൾ എല്ലാവരും മറക്കൂലല്ലോ, ആർക്കും ഓർമ്മിട്ടില്ലെങ്കിൽ എന്താണ് വിഷയം, നമ്മൾ അടുത്തതിൽ വരും. സുജൂദ് സഹ്വ് മറന്നാൽ എന്ത്, നമ്മൾ അടുത്ത മസല വരും. അങ്ങനെ സംഭവിക്കാൻ വളരെ കുറവാണ്, പള്ളിയിൽ എല്ലാവർക്കും ഓർമ്മ വരായിരിക്കും. ഇനി അങ്ങനെ സംഭവിച്ചാൽ അത് പ്രശ്നമല്ല, അത് നമ്മൾ ഇനി അടുത്ത മസല വരും. ശരി, മൻ തറക സുജൂദ് സഹ്വ്, സുജൂദ് സഹ്വ് ഒരാൾ ഉപേക്ഷിച്ചാൽ എന്താണ്? അപ്പൊ രണ്ട് രൂപത്തിൽ, അതിപ്പോ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും സുജൂദ് സഹ്വ് ചെയ്യേണ്ട അവസ്ഥ വന്നു, പക്ഷെ നമ്മൾ ചെയ്തില്ല, അപ്പോൾ എന്താണ് വിധി? രണ്ട് രൂപത്തിലാണ് സുജൂദ് സഹ്വ് ഉപേക്ഷിക്കുക. ഒന്നുകിൽ നാസിയൻ, മറന്നിട്ട്. അപ്പൊ നമുക്ക് സുജൂദ് സഹ്വ് ചെയ്യേണ്ട ഒരു അവസ്ഥ നിസ്കാരത്തിൽ ഉണ്ടായി, നമ്മൾ സലാം വീട്ടിയിട്ട് നമുക്കത് ഓർമ്മ വന്നില്ല, നമ്മൾ ദിക്റൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പോരാൻ നിൽക്കുമ്പോഴാണ് അല്ലാഹ് സുജൂദ് സഹ്വ് ചെയ്യേണ്ടതുണ്ടല്ലോ ഓർമ്മ വന്നാൽ പിന്നെ സുജൂദ് സഹ്വ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ സമയത്തിന്റെ ഉള്ളിൽ മാത്രമാണെങ്കിലേ സുജൂദ് സഹ്വ് മറന്നാലോ തിരിച്ചു കൊണ്ടുവരേണ്ടതുള്ളൂ. നമ്മൾ സലാം വീട്ടി ദിക്റൊക്കെ ചെല്ലാൻ തുടങ്ങണം, അപ്പോഴാണ് ഓർമ്മ സുജൂദ് സഹ്വ് ഉണ്ടല്ലോ, വേഗം ചെയ്യാം. പക്ഷെ നമ്മൾ അദ്കാറുകൾ ചൊല്ലി പള്ളിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങി എന്നിട്ട് ഓർമ്മ വന്നാൽ അത് പ്രശ്നമല്ല, അതുകൊണ്ട് പ്രശ്നമല്ല, നമസ്കാരത്തിന് പ്രശ്നമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. എന്നാൽ മുത്തഅമ്മിദൻ, ഒരാൾ ഉപേക്ഷിക്കുന്നത് മനഃപൂർവ്വമാണ് എങ്കിൽ, സുജൂദ് സഹ്വ് മനഃപൂർവ്വം അയാൾ ഉപേക്ഷിച്ചാൽ എന്താണ് വിധി? സലാം വീട്ടുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ട സുജൂദ് സഹ്വാണ് അയാൾ ഉപേക്ഷിച്ചത് എങ്കിൽ നമസ്കാരം ബാത്തിലാവും.
നമ്മൾ തല പോയി ആലോചിക്കേണ്ട ആവശ്യമില്ല. സലാം വീട്ടുന്നതിന്റെ മുമ്പ് നമ്മൾ സുജൂദ് സഹ്വ് ചെയ്യേണ്ടത് എപ്പോഴാണ്? നമുക്ക് വാജിബാത്തുകൾ കുറവ് സംഭവിച്ചാലാണ്. അപ്പോൾ വാജിബാത്തുകൾ കുറവ് സംഭവിച്ചാൽ കുറച്ചാൽ നിസ്കാരം ബാത്തിലാവും. അതിന് പകരമാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യണത്. അതുകൊണ്ട് ഉപേക്ഷിച്ചാലോ വാജിബാത്ത് മനഃപൂർവ്വം ഉപേക്ഷിച്ച പോലെ തന്നെ നമസ്കാരം ബാത്തിലാവും. എന്നാൽ സലാം വീട്ടിയതിന് ശേഷം ചെയ്യേണ്ട സുജൂദാണ് എങ്കിൽ നമസ്കാരം സുജൂദ് സഹ്വ് ഒഴിവാക്കിയാലും നമസ്കാരം ബാത്തിലാവില്ല. പക്ഷെ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇനി നമുക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള ഒരു മസലയാണ് ഇദാ സഹൽ മഅ്മൂമു ഹല്ലഹു സുജൂദ സഹ്വ്. മഅ്മൂം നമസ്കാരത്തിൽ എന്തെങ്കിലും മറന്നു, നമ്മൾ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയാണ്, നമ്മൾ റുക്കൂക്ക് പോകുമ്പോൾ തക്ബീർ എല്ലാം മറന്നു, അല്ലെ നമ്മൾ എന്ത് ചെയ്തില്ല, മറവി കൊണ്ട് നമ്മൾ ചെല്ലില്ല, അല്ലെ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നമ്മൾ സമീഅ അല്ലാഹു ലിമൻ റബ്ബനാ ലക്കൽ ഹംദ് നമ്മൾ പറയാൻ മറന്നു, ആ രൂപത്തിൽ നമ്മൾ എന്തെങ്കിലും വാജിബാത്ത് ഒഴിവാക്കിയാൽ ഇമാം സലാം വിട്ട് നമ്മളൊറ്റക്ക് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? ചെയ്യേണ്ടതില്ല. കാരണം എന്താ? അൽ ഇമാമുൽ ആമിനു, മഅ്മൂമിന്റെ നിസ്കാരം ആരെ ഏറ്റെടുത്തിട്ടുണ്ട്? ഇമാം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം നമുക്ക് വേണ്ടിയിട്ട് അത് പരിഹരിച്ചോളൂ. എന്നാൽ നമ്മൾ മനഃപൂർവ്വമാണ് ചെല്ലാതിരുന്നത് എങ്കിലോ സഹ്വിന്റെ സുജൂദല്ല, നിസ്കാരം ബാത്തിലായി. ഈ രണ്ടാമതോ തുടങ്ങണം. മനഃപൂർവ്വം ഒരാൾ അല്ലാഹു അക്ബർ ചെല്ലാതിരുന്നാൽ നമസ്കാരം ബാത്തിലാണ്. എന്നാൽ മഅ്മൂമിന്റെ അടുക്കൽ നിന്ന് മറവി സംഭവിച്ചാൽ വാജിബാത്താണ് മറന്നുപോയത് എങ്കിൽ അത് പിന്നെ പ്രശ്നമില്ല, സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല, അത് ഇമാം ഏറ്റെടുത്തോളൂ. അടുത്തൊരു മസല, മത്താ യസ്ജുദുൽ മസ്ബൂഖ് സുജൂദ സഹ്വ്. ആരാണ് മസ്ബൂഖ് എന്ന് പറഞ്ഞാൽ? മഅ്മൂമും ഉണ്ട് മസ്ബൂഖും ഉണ്ട്. മഅ്മൂം എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ നമസ്കാരം ലഭിച്ചവൻ. മസ്ബൂഖ് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ കൂടെ പൂർണ്ണമായിട്ട് നമസ്കാരം ലഭിക്കാത്ത, ചിലപ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ വന്നിട്ട് എങ്ങനെ തുടർന്നിട്ടുണ്ടാവുക, അല്ലെ ഒന്നാമത്തെ റക്അത്തിൽ തന്നെ സുജൂദിലേക്ക് തുടർന്നിട്ടുണ്ടാവുക. അങ്ങനെ വരുന്നവനാണ് മസ്ബൂഖ് എന്ന് പറയുന്നത്. ഈ മസ്ബൂഖ് സഹ്വിന്റെ സുജൂദ് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇപ്പൊ രണ്ട് അവസ്ഥകളാണ് ഉണ്ടാവുക. ഒന്ന്, മസ്ബൂഖ് ഇമാമിന്റെ കൂടെ ചേർന്നതിന് ശേഷം ഇമാം ഒരു കാര്യം മറന്നു. ഉദാഹരണം, മസ്ബൂഖ് രണ്ടാമത്തെ റക്അത്തിലെ വന്ന് ചേർന്നു, രണ്ടാമത്തെ റക്അത്തിൽ ചേർന്ന് നിസ്കാരം ആരംഭിച്ചു, നിസ്കാരം തുടങ്ങി, ഇമാമിന്റെ കൂടെ നിസ്കരിക്കാം. മൂന്നാമത്തെ റക്അത്തിൽ ഇമാം ഒരു കാര്യം മറന്നു, അല്ലെ രണ്ട് റുക്കൂ ചെയ്തു. ഇപ്പൊ മസ്ബൂഖ് ഇമാമിന്റെ കൂടെ ഉള്ള സമയത്താണ് മറവി സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇമാം സലാം വീട്ടിയതിന് ശേഷം മുമ്പോ എന്ത് ചെയ്യും? സഹ്വിന്റെ സുജൂദ് ചെയ്യും. ഇമാം സലാം വീട്ടുന്നതിന് മുമ്പാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നത് എങ്കിൽ മസ്ബൂഖും സഹ്വിന്റെ സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്. കാരണം റസൂൽ പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി. ഇമാമിനെ വെച്ചിട്ടുള്ള എന്തിനാണ്? മഅ്മൂമിനെ പിന്തുടരാൻ വേണ്ടിയാണ് ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ മസ്ബൂഖ് ഇമാമിന്റെ ഒപ്പം കൂടെ ചേർന്ന സമയത്ത് തന്നെ ഇമാമിനൊരു മറവി സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഇമാം സലാം വീട്ടുന്നതിന് മുമ്പെയാണ് സുജൂദ് ചെയ്യുന്നത് എങ്കിൽ മഅ്മൂം ഒപ്പം ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ സലാം വീട്ടിയതിന് ശേഷമാണ് ഇമാം സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നത് എങ്കിൽ മസ്ബൂഖിന് ഇഷ്ടമല്ല പോലെ ചെയ്യാം. വേണമെങ്കിൽ അപ്പൊ തന്നെ സഹ്വിന്റെ സുജൂദ് ഇമാമിന്റെ ഒപ്പം ചെയ്യാം, അല്ലെങ്കിൽ എഴുന്നേറ്റിട്ട് നമസ്കാരത്തിന്റെ അവസാനത്തിൽ ഒറ്റക്ക് സഹ്വിന്റെ സുജൂദ് ചെയ്യാം. സഹ്വിന്റെ സുജൂദ് എന്തായാലും ചെയ്യണം, കാരണം മസ്ബൂഖുള്ള സമയത്താണ് ഇമാമിന് മറവി സംഭവിച്ചത്. ഇനി നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു ഇമാമിന്റെ കൂടെ രണ്ടാമത്തെ റക്അത്തിൽ ഇമാം മറന്നുക്കണു, ഒന്നാമത്തെ റക്അത്തിൽ ഇമാം മറന്നുക്കണു, നമ്മളപ്പോ ഇമാമിന്റെ കൂടെ അല്ല, നമ്മൾ രണ്ടാമത്തെ റക്അത്തിലാണ് വന്നത്. മസ്ബൂഖ് രണ്ടാമത്തെ റക്അത്തിലാണ് വന്നത്, ഇമാം ഒന്നാമത്തെ റക്അത്തിൽ മറന്നു പോയിട്ടുണ്ട്. ഇമാം സ്വാഭാവികമായിട്ടും അവസാനത്തിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യും. നമ്മൾ ഒപ്പം ചെയ്യേണ്ടതുണ്ടോ? സലാം വീട്ടുന്നതിന് മുമ്പാണെങ്കിൽ എന്തായാലും ചെയ്യണം. കാരണം ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാമിനെ പിന്തുടരൽ നിർബന്ധമാണ്. നിസ്കാരത്തിന്റെ ഉള്ളിൽ ഇമാം എന്ത് ചെയ്താലും അത് നമ്മൾ ചെയ്തോളണം. സലാം വീട്ടിയതിന് ശേഷമാണ് ഇമാം സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നത് എങ്കിൽ മസ്ബൂഖ് ചെയ്യേണ്ടതില്ല. കാരണം മസ്ബൂഖ് അറിഞ്ഞിട്ടില്ല, മസ്ബൂഖ് ഇല്ലാത്ത സമയത്താണ് സംഭവിച്ചത്, നമസ്കാരം കഴിയുകയും ചെയ്തു. അപ്പൊ ഇനി മസ്ബൂഖ് അതിലേക്ക് ചേരേണ്ടതില്ല. ഓക്കെ അല്ലേ? ഹൽ തുബ്തിലു മൻ അത്താ ബിസുജൂദി സഹ്വി ഇഹ്തിയാത്തൻ. ഇത് ചില ആൾക്കാർക്ക് ഒരു പരിപാടിയുണ്ട്. നമസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വസ്വാസായിട്ട് എന്ത് ചെയ്യും? വെറുതെ ഒരു സൂക്ഷ്മതയുടെ പേരിൽ ഒരു സഹ്വിന്റെ സുജൂദ് ചെയ്യും.
എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരുന്നവരുടെ എന്ത് ചെയ്യും? സൂക്ഷ്മതയുടെ പേരിൽ സഹവിന്റെ സുജൂദ് ചെയ്യും. അങ്ങനെ ചെയ്താൽ എന്താണ് വിധി? നമസ്കാരത്തിന്റെ മുമ്പാണ് അയാൾ ചെയ്യുന്നത് എങ്കിൽ നമസ്കാരം ബാത്തിലാണ്. കാരണം ഒരു സുജൂദ് അല്ലെ 2 സുജൂദ് മനഃപൂർവ്വം അധികരിപ്പിക്കുകയാണ്. അസലാം വീടുന്നതിന്റെ മുമ്പേ എന്താ സലാം വീടുന്നതിന്റെ മുമ്പെയാണ് അയാള് സഹവിന്റെ സുജൂദ് ചെയ്തത് എങ്കിൽ നമസ്കാരം ബാത്തിലാണ്. കാരണം നിസ്കാരത്തിൽ മനഃപൂർവ്വം 2 സുജൂദ് അധികരിപ്പിച്ചു. സലാം വീട്ടിയതിന് ശേഷമാണ് ചെയ്യുന്നത് എങ്കിൽ നിസ്കാരത്തിന് പ്രശ്നമൊന്നുമില്ല. കാരണം നിസ്കാരം സലാം വീട്ടിനോട് കഴിഞ്ഞു. പക്ഷെ അയാൾ ചെയ്യുന്നത് ഒരു മോശമായ പ്രവൃത്തി, ചെയ്യാൻ പാടില്ല, മോശമായ പ്രവൃത്തിയാണ്. എന്നാൽ അങ്ങനെ ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. കം യസ്ജുദു ലിസ്സഹ്വി ഇദ്ജ്തമഅ സബബൈനി ലിസ്സഹ്വ്. ഒന്നിൽ കൂടുതൽ മറവികൾ സംഭവിച്ചാൽ എത്ര സഹവിന്റെ സുജൂദ് ചെയ്യണം? ഉദാഹരണത്തിന് നമ്മൾക്ക് 2 റുക്കൂ ചെയ്തു, സഹവിന്റെ സുജൂദ് ചെയ്യാൻ കാരണമായി 3 സുജൂദും ചെയ്തു, തശഹുദും മറന്നു. അപ്പോൾ അയാൾ ഒന്നിൽ കൂടുതൽ മറവികൾ സംഭവിച്ചു. ഇനി എന്ത് ചെയ്യണം? അയാൾ സഹവിന്റെ സുജൂദ് 2 സഹവിന്റെ സുജൂദ് 1 തവണ ചെയ്താൽ മതി. 1 തവണ ചെയ്താൽ എല്ലാത്തിനും കൂടി അത് പരിഹരിക്കുന്നതാണ്. ഇനി സഹവിന്റെ സുജൂദ് സലാം വീട്ടിയതിന് ശേഷം ചെയ്താൽ അതിനുശേഷം വീണ്ടും സലാം വീട്ടണം. സലാം വീട്ടി നമസ്കാരം കഴിഞ്ഞു, സഹവിൻ 2 സുജൂദ് ചെയ്തു, ഇനിയും സലാം വീട്ടേണ്ടതുണ്ടോ? സലാം വീട്ടണം. നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് സഹവിന്റെ സുജൂദ് ചെയ്തത് എങ്കിലും അതിനുശേഷം 2 സലാം വീട്ടലുകൾ ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ചെയ്തതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. മാ യുഖാലു ഫി സുജൂദി സഹ്വ്. സുജൂദ് സഹ്വിൽ എന്താണ് ചെല്ലേണ്ടത്? നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് പ്രചരിക്കുന്ന ഒരു ദിക്റുണ്ട്, സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു എന്നൊരു ദിക്ർ. എന്നാൽ അങ്ങനെ ഒന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അത് ചെല്ലാൻ പാടില്ല. പിന്നെ സുജൂദുൽ സഹ്വിൽ എന്താണ് ചെല്ലേണ്ടത്? നമ്മൾ സാധാ നമസ്കാരത്തിൽ എന്താണോ ചെല്ലാറുള്ളത് അത് തന്നെയാണ്. സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാനല്ലാഹു റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, സുബ്ഹാന ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർ-റൂഹ്, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദഖ്വജല്ലഹു എന്ന് തുടങ്ങി സുജൂദിൽ ചെല്ലുന്ന പ്രാർത്ഥനകൾ ഏതൊക്കെയാണോ അത് തന്നെയാണ് സഹ്വിന്റെ സുജൂദിലും നമ്മൾ ചെല്ലേണ്ടത്. ഹൽ യഹ്താജു നിയ്യ ലി സുജൂദി സഹ്വ്. സുജൂദ് സഹ്വ് ചെയ്യുമ്പോൾ അതിനായിട്ട് പിന്നെ പ്രത്യേക നിയ്യത്ത് വെക്കേണ്ടതുണ്ടോ? നമസ്കാരം നിയ്യത്ത് കൊണ്ട് ആരംഭിച്ചു, ഇനി സുജൂദ് സഹ്വ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഒരു നിയ്യത്ത് സുജൂദ് സഹ്വിന്റേതാണെന്ന് മനസ്സിൽ കരുതേണ്ടതുണ്ടോ? കരുതണം, നിർബന്ധമായിട്ട് സുജൂദ് സഹ്വ് ആണെന്നുള്ളത് മനസ്സിൽ കരുതിയിട്ട് സുജൂദ് സഹ്വ് ചെയ്യാൻ പാടുള്ളൂ.